ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭ ചെമ്പ്ര 7-ാം വാർഡിൽ കാട്ടിലപ്പറമ്പിൽ വൈക്കര കുടുംബം സൗജന്യമായി നൽകിയ 3 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച വൈക്കര സാവിത്രിയമ്മ സ്മാരക തുമരക്കാവ് അങ്കണവാടിയുടെ കെട്ടിട ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ സഭാ ചെയർപേഴ്സൺ ശ്രീമതി AP നസീമയുടെ അധ്യക്ഷതയിൽ തിരൂരിന്റെ ബഹുമാന്യ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബ് നിർവഹിച്ചു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ പയ്യപ്പന്തയുടെ തൊപ്പിയിൽ പൊൻതൂവൽ ചാർത്തിയ നാട്ടുകാരുടെ എക്കാലത്തെയും ആഗ്രഹപൂർത്തീകരണ മുഹൂർത്തം ജനകീയ പങ്കാളിത്തം കൊണ്ട് നാടിന്റെ ആഘോഷമായി മാറി. ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുസലാം, വാർഡ് കൗൺസിലർ പ്രസന്ന പയ്യപ്പന്ത, കൗൺസിലർ അബ്ദുറഹ്മാൻ എന്ന ബാവ, കോടി മൊയ്തീൻകുട്ടി ഹാജി, നെടിയിൽ മുസ്തഫ, PKK തങ്ങൾ, രാജൻ പയ്യപ്പന്ത, നിസാൻ നെടിയിൽ, നാസർ കക്കോടി, അങ്കണവാടി ടീച്ചർ നിജ ടീം എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് അങ്കണവാടിക്ക് സൗജന്യമായ സ്ഥലം അനുവദിച്ച വൈക്കര കുടുംബാംഗങ്ങളെ MLA ഉപഹാരം നൽകി ആദരിച്ചു. സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രദേശവാസി ചെറിയ കല്യാപുറത്ത് അലവിയെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി MLA ആദരിച്ചു. പിന്നെ ചെയർപേഴ്സനെ കൂട്ടി അവരുടെ വീട്ടിൽ ചെന്ന് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് യാതൊരു മടിയുമില്ല, ഒന്നും ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഈ സ്ഥലം വിൽക്കുമ്പോ ഞങ്ങള് നിങ്ങൾക്ക് 3 സെന്റ് സ്ഥലം തരാന്ന് അന്ന് അവര് പറഞ്ഞതാണ്. ആ വാക്ക് അവര് പാലിച്ച് ആ കുടുംബത്തിന് എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടായിട്ട് ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 21 ലക്ഷം ആദ്യഘട്ടം വെച്ചു. അത് കൊണ്ടുവന്ന് പണിയെടുത്തപ്പോ ഇവിടെ വന്ന് കോണ്ടാക്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറയും കാട്ടിലപ്പറമ്പാണ്, പക്ഷെ ഇത് ഇവിടെ എന്തോ ഒരു തോട് പോലെ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് 25 ലക്ഷം കൊണ്ട് പണി തീരാഞ്ഞത്. അടുത്ത ഘട്ടം ഒരു 8 ലക്ഷം കൂടെ വെച്ചു. അങ്ങനെയാണ് ഇപ്പോ ഈ പണി ഇത്രയും ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ ഈ ഒരു അംഗൻവാടിയുടെ ആവശ്യമായി ചെന്നപ്പോ നഗരസഭാ വൈസ് ചെയർമാനും അതേപോലെ സലാമാഷും ഞാനും പ്രസന്നേച്ചിയും ഒക്കെ കൂടെ നാസർ കൂടി അവരുകളൊക്കെ കൂടെ നമ്മുടെ വൈക്കര ഫാമിലിയുടെ അവരുടെ വീട്ടിൽ കുടുംബ വീട്ടിൽ പോയപ്പോ യാതൊരു തരത്തിലുള്ള മടിയും പറയാതെ ഞങ്ങളെ സ്വീകരിക്കുകയും അതോടൊപ്പം ഈ ഒരു 2 സെന്റ് ഒരാൾ പോലും ഒരു പിന്നെ കുറച്ച് ഭൂമി തരാൻ മടി കാണിക്കുന്ന ഈ ഒരു കാലത്ത് തങ്ങളുടെ അമ്മയുടെ പേരിൽ ഒരു സ്മാരകം പോലെ പണിയാൻ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇത് നന്നായി സൗകര്യത്തോടെ അവരുടെ ആദ്യാക്ഷരങ്ങൾ പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വളരെ നല്ല മനസ്സോടുകൂടി തയ്യാറായി അവർ മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്താൻ സാധിച്ചത്. ഇവിടുത്തെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിന് സന്ദർഭോചിതമായി ഇടപെടൽ നടത്താൻ ഭരണസമിതിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ പ്രിയങ്കരായ മോഹനകൃഷ്ണൻ സഹോദരങ്ങളും അമ്മയുടെ പേരിൽ നൽകിയിട്ടുള്ള ഈ സ്ഥലം, ഈ കണ്ണായ സ്ഥലം, ഇവിടെയാണ് ഈ മന്ദിരം, ഈ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഇന്നത് കുട്ടികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. 29 ലക്ഷം രൂപ നഗരസഭ അതിനുവേണ്ടി നീക്കിവെക്കുകയും അത് ആ മുതലിറക്കിയാണ് ഈ കെട്ടിടം ഇവിടെ ഭംഗിയായി പൂർത്തീകരിച്ചത്. കുടുംബം സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന വലിയൊരു സമ്മാനം എത്ര തലമുറ മാറിയാലും തിരൂർ നഗരസഭ ഉള്ളിടത്തോളം കാലം, ഈ തിരൂർ കോർപ്പറേഷൻ ആയാലും നമ്മുടെ വൈക്കര സാവിത്രിയമ്മയുടെ പേര് അതിൽ മാറ്റാൻ പറ്റില്ല. കാരണം അതിൻ്റെ രേഖകളിൽ മുഴുവൻ ആ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. ായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുന്നത് സ്ഥലം വിളിക്കലും അതുപോലെ തന്നെ നമ്മുടെ വക്കീലിൻ്റെ എൻ്റെ ലീഗൽ പേപ്പർ വാങ്ങാനൊക്കെ നമ്മൾ ഒന്നിച്ച പ്രവർത്തിച്ചതായിരുന്നാലും ആ സന്തോഷം നമ്മൾ പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനം ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ വളർച്ചയ്ക്കും സാമൂഹ്യ സാംസ്കാരിക വളർച്ചയ്ക്കും ഉതകുന്നതായി തീരട്ടെ. സർവീശ്വരൻ്റെ ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.